ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു എ കോയിൽ ഹാവിങ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു 200 ohm, L ഇൻഡക്റ്റൻസ് ഈക്വൽ ടു 638 millihenry is represented by V equal to 200 sin 100 pi t. Find the current expression and average power taken by the coil. അപ്പോൾ നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇതിൽ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, അതിനുശേഷം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സർക്യൂട്ട് എന്ന് പറയുന്നത് RL സീരീസ് സർക്യൂട്ടാണ്. അതെങ്ങനെ മനസ്സിലായേ? ഈ കോയിലിൻ്റെ റെസിസ്റ്റൻസും എല്ലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് RL പ്യുവർ റെസിസ്റ്ററും ആക്ച്വലി ഇവിടെ ഒരു കോയിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ആ കോയിൽ റെസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഡക്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് RL സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ആറും എല്ലും ഉണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ട് V. ഇവിടെ ആറിൻ്റെ വാല്യൂ ഉണ്ട്, എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 200 sin 100 pi t. നമ്മളോട് കാണാൻ പറയുന്നത് കറണ്ടിൻ്റെ ഇക്വേഷനും കറണ്ടിൻ്റെ എക്സ്പ്രഷനും. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിന് തന്നെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. Im sin omega t പ്ലസ് 5 ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നതിനെയാണ് നമ്മൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതും പിന്നെ ആവറേജ് പവർ P ആണ് കാണേണ്ടത്. അപ്പോൾ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. VI ഒരു RL സീരീസ് ആണെങ്കിൽ, സീരീസ് ഒരു സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെത് VI cos phi ആണ് ആവറേജ് പവർ എന്ന് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഏത് AC സർക്യൂട്ട് ആണെങ്കിലും അതിൻ്റെ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ആവറേജ് പവർ എന്ന് പറയുന്നത് VI cos phi തന്നെയാണ്. പക്ഷേ ഇപ്പോൾ RL ഇപ്പോൾ L മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും, ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ phi 90 ഡിഗ്രി ആവുന്നതുകൊണ്ട് ഈ P 0 ആയി പോകുന്നതാണ്. ഈ ഇക്വേഷൻ എല്ലാ സർക്യൂട്ടിൻ്റെ കേസിലും നമുക്ക് ഉപയോഗിക്കാം, ഈ VI cos phi എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ IM ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒമേഗ എത്രയാണ് നമുക്കറിയാലോ. ഒമേഗ എന്ന് പറയുന്നത് 100 pi t ആയിരിക്കും അല്ലേ, കാരണം വീൻ്റെ അവിടെയല്ലേ, ഇവിടെ ടീൻ്റെ തൊട്ടിപ്പുറമായിട്ടുള്ളത് 100 pi അല്ലേ. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 100 pi ആണ്. ഒമേഗേൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πf എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 100 pi. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കാണാം. ഈ പൈയും ക്യാൻസലായി പോവും. 2-നെടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടാൽ therefore ഫ്രീക്വൻസി ഈക്വൽ ടു 50 Hz എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ പൈ ക്യാൻസലായി 2 ഇപ്പുറത്തേക്ക് വരും, അപ്പോൾ /2 ആവും. ഫ്രീക്വൻസി ഈക്വൽ ടു 50 Hz എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒമേഗ എത്രയാണെന്ന് കിട്ടി. ഇനി ഫൈ അറിയണം, IM അറിയണം. IMൻ്റെ കാര്യം ആദ്യം നോക്കാം. VM എത്രയാണെന്ന് അറിയാം. VM ഈക്വൽ ടു 200. നമുക്ക് ഇതൊരു AC സർക്യൂട്ടാണ്. നമുക്കറിയാവുന്ന DC സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്ക് വോൾട്ടേജ് അറിയാം എങ്കിൽ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓംസ് ലോ ആണ് യൂസ് ചെയ്യുക. ഓംസ് ലോന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് ലോ ഉപയോഗിക്കാം? ഇവിടെ VM/IM എന്ന് പറയുന്നത് എന്തായിരിക്കും? VM/IM എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ല, സെഡ് ആയിരിക്കും, ഇമ്പിഡൻസ് ആയിരിക്കും. കാരണം ഇതെന്താ, ഇതൊരു AC സർക്യൂട്ടാണ്. ഇവിടെ റെസിസ്റ്റൻസ് മാത്രമല്ല റിയാക്റ്റൻസും കൂടി ഉണ്ടാവും, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും കൂടി ഉണ്ടാവും. അപ്പോൾ VM/IM എന്ന് പറയുന്നത് ഇമ്പിഡൻസ് എന്ന് നമുക്ക് പറയാം. നമ്മൾ പൊതുവേ പറയുന്ന സമയത്ത് V/I ആയിരുന്നു പറയുന്നത്. ആ കേസിൽ RMS വാല്യൂ ആണ്. നമ്മൾ ഈ ഒരു ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ, V/I എന്ന് പറയുന്നതും V/I എന്ന് പറയുന്നതും സെറ്റ് തന്നെയാണ്. ഇവിടെ RMS വാല്യൂവിൻ്റെ കേസാണ് പറയുക. ഈ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, VM/√2 ആണ്. Iൻ്റെതോ IM/√2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സെഡ്. ഇപ്പോൾ √2 ക്യാൻസലായി പോയി. അപ്പോൾ VM/IM സെഡ് തന്നെയാണ്, ഇമ്പിഡൻസ് തന്നെയാണ്.
അപ്പോൾ നമുക്ക് വി എം അറിയാം, ഐ എം ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സെറ്റ് അറിയോ? സെറ്റ് അറിയില്ല, പക്ഷെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരക്കാം. ഇമ്പിഡൻസ് ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനൊരു ട്രയാങ്കിൾ അറിയാം. ഇത് ഫൈ ആണെങ്കിൽ ഇത് റെസിസ്റ്റൻസ്, ബേസ് എന്ന് പറയുന്നത് എപ്പോഴും റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് ഇൻഡക്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് വരച്ചത്. കപ്പാസിറ്റൻസ് ആണ് നമുക്ക് താഴേക്ക് വരക്കായിരുന്നു. ഇത് എക്സ് എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് സെഡ് ആയിരിക്കും, ഹൈപ്പോട്ടിന്യൂസ് സെഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സെഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പൈതഗോറസ് തിയറി ഉപയോഗിച്ചാൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് പറയാം. ആർ അറിയോ? ആർ അറിയാം, 200 ഓം. എക്സ് എൽ അറിയോ? എൽ അറിയാം. ഇൻഡക്റ്റൻസ് മാത്രമേ നമുക്കറിയൂ, എക്സ് എൽ നമുക്ക് അറിയില്ല. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നതും രണ്ടാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് പോലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു മെഷർ എന്ന് പറയുന്നത്. എല്ലല്ല, അത് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ എക്സ് എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് എല്ലിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എക്സ് എൽ ഈക്വൽ ടു ഒമേഗ എൽ എന്ന് പറയാം. നമ്മൾ ഡയറക്ഷനും കൂടി വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ജെ വരുമായിരുന്നു. എക്സ് ഇ ആണെങ്കിൽ മൈനസ് ജെ വരും, എക്സ് എൽ ആകുമ്പോൾ ജെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് എക്സ് എൽ ഈക്വൽ ടു ഒമേഗ എൽ എന്നെടുത്തു. ഒമേഗ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒമേഗ ഈക്വൽ ടു 100 പൈ നമുക്ക് ഓൾറെഡി അറിയാം. ഒമേഗ ഈക്വൽ ടു 100 പൈ. എൽ എത്രയാണ്? 638 മില്ലി ഹെൻറി. 638 മില്ലി ഹെൻറി. 638 മില്ലി ഹെൻറി എന്ന് പറയുമ്പോൾ 638 ഇൻറ്റു 638 ഇൻറ്റു 10⁻³ കൂടി വരും. മില്ലി ആയതുകൊണ്ട് 10⁻³ കൂടി വരും, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കാം, 100 ഇൻറ്റു പൈ, 100 പൈ ഇൻറ്റു 638 ഇൻറ്റു 10⁻³ 200.433. 200.43 എടുക്കാം. എക്സ് എൽ ഈക്വൽ ടു 200.43. യൂണിറ്റ് എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, റെസിസ്റ്റൻസ് പോലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള മെഷറാണ്. അതിൻ്റെ യൂണിറ്റും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തന്നെയാണ്, ഓം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എൽ കിട്ടി. ആർ ഓൾറെഡി അറിയാം, 200. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 200 ആർ സ്ക്വയർ പ്ലസ് 200.43 ഹോൾ സ്ക്വയർ. ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് 200 സ്ക്വയർ പ്ലസ് 200.43 സ്ക്വയർ, 43 സ്ക്വയർ is equal to 283.146 എന്നാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് 283.15 എന്ന് പറയാം. ഇമ്പിഡൻസിൻ്റെ യൂണിറ്റും ഓം തന്നെയാണ്, സോ യൂണിറ്റ് ഓം. അപ്പോൾ സെഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു, വി എം അറിയാം. അപ്പോൾ നമുക്ക് ഐ എം ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഐ എം ഈക്വൽ ടു, ഐ ഇങ്ങോട്ടേക്ക് വരും, ഇപ്പോൾ സെറ്റ് താഴേക്ക് വരും. സോ വി എം ഡിവൈഡഡ് ബൈ സെറ്റ്. വി എം എന്ന് പറയുന്നത് 200. സോ 200 ഡിവൈഡഡ് ബൈ 283.15. 200 ഡിവൈഡഡ് ബൈ ആൻസർ അടിച്ചാൽ മതി. അപ്പോൾ 0.706 ആണ്. നമുക്ക് 71 എന്ന് പറയാം. 71 യൂണിറ്റ് കറണ്ട് ആയതുകൊണ്ട് ആംപിയർ. മാക്സിമം വാല്യൂ ഓഫ് കറണ്ടിനും കറണ്ടിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ്. സോ 0.71 ആംപിയർ. അപ്പോൾ നമ്മൾക്ക് എക്സ്പ്രഷൻ വേണ്ടത് ഐ എം ആണ്. ഐ എം സൈൻ ഒമേഗ നമുക്ക് മനസ്സിലായി, 100 പൈ. പിന്നെ ഫൈയും അറിയണം, ഐ എമ്മും അറിയണം. ഐ എം ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഫൈ ആണ് നമുക്ക് അറിയേണ്ടത്. ഫൈ നമുക്ക് ഈ ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ആർ അറിയാം, എക്സ് എൽ അറിയാം, അല്ലെങ്കിൽ സെറ്റും അറിയാം. കേസിൽ 3 അറിയാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സൈനിൻ്റെയോ സൈൻ ഫൈയോ കോസ് ഫൈയോ ടാൻ ഫൈയോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഏത് ഉപയോഗിക്കേണ്ടത്?
സൈൻ ഫൈ അല്ലെങ്കിൽ ടാൻ ഫൈ ഉപയോഗിക്കാം. സോ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എക്സ് എൽ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആർ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എക്സ് എൽ അറിയാം, എത്രയാണ്? 200.43 ഡിവൈഡഡ് ബൈ 200, അത്രയായിരിക്കും ടാൻ ഫൈ. അപ്പോൾ ഫൈ എന്തായിരിക്കും? ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 200.43 ഡിവൈഡഡ് ബൈ 200 ആയിരിക്കും. നോക്കാം എത്രയാണെന്ന്. ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, സോ ഷിഫ്റ്റ് അടിച്ച് ടാൻ അടിക്കുക, ടാൻ ഇൻവേഴ്സ് 200.43 ഡിവൈഡഡ് ബൈ 200. ഓക്കെ, 45 പോയിൻറ്റ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിപ്പോൾ ഡിഗ്രിയിലാണ് ഉള്ളത്. എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല, ഇവിടെ ഡിഗ്രിയിലാണുള്ളത്. അതുകൊണ്ട് ഡി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് 45.06 എന്ന് പറഞ്ഞ ആൻസർ കിട്ടിയപ്പോൾ എനിക്കത് ഡിഗ്രിയിലാണ് കിട്ടിയതെന്ന് മനസ്സിലായത്. ഓക്കെ, സോ ഫൈ ഈക്വൽ ടു 45.06 ഡിഗ്രി. 45.06 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഫൈയും കിട്ടി, ഐ എം അറിയാം. സോ ഐൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഐ എം എന്ന് പറയുന്നത് 0.71 ആംപിയർ സൈൻ ഒമേഗ 100 പൈ ആണ്. 100 പൈ ടി. ഇവിടെ ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? ഞാനിവിടെ ആദ്യം പ്ലസ് എന്നാണ് എഴുതിയത്. ഞാൻ അപ്രോക്സിമേറ്റ് ഒരു ഇക്വേഷൻ എഴുതിയതാണ്. ഐ എന്ന് പറയുന്നത് ജനറൽ ഫോർമുല ഞാനിവിടെ എഴുതിയാണ് +5 എന്ന്. ഈ ഒരു സർക്യൂട്ടിൻ്റെ കേസിൽ ഫൈ പ്ലസ് ആയിരിക്കുമോ മൈനസ് ആയിരിക്കുമോ? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിച്ചാൽ കറണ്ട് ലീഡിങ് ആയിരിക്കുമോ ലാഗിങ് ആയിരിക്കും? ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് RL സർക്യൂട്ടാണ്. അപ്പോൾ RL സർക്യൂട്ടിൻ്റെ കേസിൽ വോൾട്ടേജ് ആണ് ലീഡിങ്, കറണ്ട് ലാഗിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾ മൈനസ് ചെയ്യണം. സോ മൈനസ്, ഇവിടെ പ്ലസ് അല്ല വരിക, ഈ സർക്യൂട്ട് RL സർക്യൂട്ട് ആയതുകൊണ്ട് മൈനസ് വരും. സോ മൈനസ് കിട്ടിയ ആംഗിൾ 45.06. ഇതാണ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. മൈനസ് എന്തുകൊണ്ടാവുന്നത്? RL സർക്യൂട്ടാണ്, അപ്പോൾ കറണ്ട് ലാഗാണ് ചെയ്യുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് പവറാണ് വേണ്ടത്. പവർ ആവറേജ് പവറാണ് കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ VI cos phi. ഇവിടെ ഒരു കാര്യമുണ്ട്, വി എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്, ഐ എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അതും കൂടി കൺസിഡർ ചെയ്യണം. സോ വി എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് പോയിട്ട് ഈ 200 എന്നുള്ള ഇത് എടുത്ത് ഡയറക്റ്റായിട്ട് ഇവിടെ പവറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 200 എന്ന് പറയുന്നത് VM മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. സോ VRMSൻ്റെ ഇക്വേഷൻ VRMS ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ √2. നമ്മൾ പൊതുവേ VRMSന് ഇങ്ങനെ VRMS നടിയിൽ എഴുതാറില്ല, ക്യാപിറ്റൽ ലെറ്റർ V വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എഴുതാത്തത്. എനിവേ VRMS വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2 ആണ്. ഏതിൻ്റെ കേസിൽ? സൈൻസോയിഡൽ വേവിൻ്റെ കേസിൽ. ആൾട്ടർനേറ്റിംഗ് സൈൻസോയിഡലിൻ്റെ കേസിൽ മാത്രമാണ് VM/√2. ഈ കേസിൽ ആൾട്ടർനേറ്റിംഗ് സൈൻസോയിഡൽ ആണോ എന്ന് എങ്ങനെ മനസ്സിലായി? ഇക്വേഷൻ സൈൻ പൈ 100 പൈ ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് സൈൻ വേവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ RMS വാല്യൂ നമുക്ക് അറിയാം, VM/√2. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ മാത്രമേ നമുക്കറിയൂ, 200 ഡിവൈഡഡ് ബൈ √2. കറണ്ട് 0.71 എന്ന് പറയുന്നതും മാക്സിമം വാല്യൂ ആണ്, അതും ഡിവൈഡ് ബൈ √2. കോസ് ഫൈ 45.06 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ √2 ഇൻറ്റു ചെയ്യുന്നത് ഡിവൈഡ് ബൈ 2 ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 200 ഇൻറ്റു 0.71 ഇൻറ്റു കോസ് 45.06 എത്ര കിട്ടി? 100 കിട്ടി. ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2 വേണം, അപ്പോൾ ഞാൻ ഡിവൈഡ് ബൈ 2 ചെയ്തു. 50.15.
50.15 വാട്ട് എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഈ പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ, ഈ ഒരു ആവറേജ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് VI cos phi ആര് മാത്രമേ പ്രൊവൈഡ് ചെയ്യൂ? റെസിസ്റ്റർ കോമ്പണൻറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യൂ. അപ്പോൾ റെസിസ്റ്ററിൽ ഒരു റെസിസ്റ്റർ കോമ്പണൻറ്റ്, സപ്പോസ് ഇതാണ് ആ റെസിസ്റ്റർ കോമ്പണൻറ്റ്, അതിൻ്റെ വാല്യൂ അറിയാം R, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് അറിയാം I. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പവർ ഈക്വൽ ടു I² R. അത്രയും പവറാണ് ഈ റെസിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കത് അത്രയാന്ന് നോക്കാം. ഇവിടെയും I എന്ന് പറയുന്ന RMS വാല്യൂ ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് ഈ സ്മോൾ ലെറ്റർ I, ഈ കറണ്ട് തന്നെയല്ലേ പോരൂ, കാരണം അത് സീരീസ് സർക്യൂട്ട് അല്ലേ. അപ്പോൾ ആ കറണ്ട് എന്ന് പറയുന്നത് 0.71 ആണ്. സോ 0.71 ഡിവൈഡഡ് ബൈ √2, അതിനെ RMS വാല്യൂയിലേക്ക് മാറ്റി, ഹോൾ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്ററിൻ്റെ വാല്യൂ 200 which is equal to 0.71 സ്ക്വയർ ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ √2ൻ്റെ സ്ക്വയർ 2. അല്ലെങ്കിൽ ഇതിനെന്ത് പറയാം? ഈ 2 ക്യാൻസലായി പോയി 100 എന്ന് പറയാം. അതായത് 0.71 സ്ക്വയർ ഇൻറ്റു 100 എത്ര കിട്ടി? 50.41 കിട്ടി. ഇതും ഈക്വലാണ്. ഇവിടെ എടുത്തിരിക്കുന്ന നമ്മൾ ഈ പോയിൻറ്റിന് ശേഷം എടുത്തിരിക്കുന്ന ചെറിയ അപ്രോക്സിമേഷൻ കൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വന്നത്. ഇത് ആക്ച്വലി സെയിം ആണ്, ആൻസർ ഒന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക. VI cos phi എന്ന് പറയുന്നതും I² R എന്ന് പറയുന്നതും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. കാരണം എന്താ? VI cos phi എന്ന് പറയുന്നത് ആക്റ്റീവ് പവറാണ്. അപ്പോൾ ആക്റ്റീവ് പവർ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എവിടെയാണ് ആ ആക്റ്റീവ് പവറിന് ഡ്രോപ്പ് സംഭവിക്കുക? അത് ഒരു റെസിസ്റ്ററിലാണ്. അപ്പോൾ ആ റെസിസ്റ്ററിൻ്റെത് I² R അതും സെയിം ആണ്. കാരണം Lൽ ഒരിക്കലും ആക്റ്റീവ് പവറിൻ്റെ കൺസ്യൂം ചെയ്യുന്നില്ല. L എന്ന് പറഞ്ഞ ഇൻഡക്റ്റൻസ് കൺസ്യൂം ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ കോയിൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ 20 microfarad capacitor with a constant supply voltage of 200 volt. It is found that the current take maximum current of 50 ampere when supply frequency is 100 Hz. Calculate. ഒന്നാമത്തേത് റെസിസ്റ്റൻസ് ഓഫ് ദ ചോക്ക് കോയിൽ, സെക്കൻഡ് വൺ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, തേർഡ് വൺ Q ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട്. ഇതൊരു സെമിസ്റ്റർ എക്സാമിന് 2017 ആണെന്ന് തോന്നുന്നു. സെമിസ്റ്റർ എക്സാമിന് 8 മാർക്കിനോ 7 മാർക്കിനോ 8 മാർക്കിനോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ കോയിൽ എന്നാണ് സ്പെസിഫൈ ചെയ്തിട്ടില്ലേ. അപ്പോൾ നിങ്ങളിങ്ങനൊരു പ്രോബ്ലം കണ്ടാൽ കോയിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ വൈൻഡ് ചെയ്ത ആ ഒരു ഇതിന് തന്നെയാണ് കോയിൽ എന്ന് പറയാം. നമ്മൾ ഫാനിലൊക്കെ ഉണ്ടാവില്ലേ വൈൻഡിങ്, അതിനൊക്കെ കോയിൽ എന്ന് പറയാം. പക്ഷേ കോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു കോയിലിനൊരു ഇൻഡക്റ്റൻസ് വാല്യൂ ഉണ്ടാവും, ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും. പ്യുവർ ഇൻഡക്ടർ തന്നെ അങ്ങനെയൊക്കെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഡക്റ്റൻസ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, റെസിസ്റ്റൻസ് വാല്യൂ 0 ആയിരിക്കും. പക്ഷേ ഇവിടെ കോയിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു R ഉണ്ടാവും, L ഉണ്ടാവും. സോ കോയിൽ ഒരു കപ്പാസിറ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു സീരീസ് RLC സർക്യൂട്ടാണ്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരക്കാം. സർക്യൂട്ട് ഡയഗ്രാം ഒരു റെസിസ്റ്റൻസും ഒരു ഇൻഡക്റ്റൻസും വരച്ചു. ഇത് രണ്ടും കൂടി കൂടിയതാണ് കോയിൽ. ഈ മൊത്തത്തിനെയാണ് കോയിൽ എന്ന് ഉദ്ദേശിച്ചത്. അതിന് സീരീസ് ആയിട്ടൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ 200 വോൾട്ട് തന്നിട്ടുണ്ട്. ഇവിടെ 200 വോൾട്ട് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അത് വേറൊരു കാര്യം കൂടി, ഇവിടെ കോൺസ്റ്റൻറ്റ് സപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിൽ കോൺസ്റ്റൻറ്റ് സപ്ലൈ എന്ന് കണ്ടുകൊണ്ട് DC ആയിട്ടൊന്നും കൺസിഡർ ചെയ്യരുത്. ഇത് AC തന്നെയാണ്. പക്ഷേ ആ ACൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് 230 sin ωt ആണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് ആൾട്ടർനേറ്റിംഗ് ആണെന്ന് പറയാത്തതാണ്. ഓക്കെ, അപ്പോൾ 200 വോൾട്ട് പറയുന്നത് RMS വാല്യൂ ആണ്. അപ്പോൾ നോർമലി സ്പെസിഫൈ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങളത് RMS വാല്യൂ ആയിട്ട് എടുക്കണം. പിന്നെ പറയുന്നത് മാക്സിമം കറണ്ട് 50 ആംപിയറാണ്. ആ ഒരു സർക്യൂട്ടിലൂടെയുള്ള മാക്സിമം കറണ്ട് 50 ആംപിയറാണ്. കപ്പാസിറ്റൻസിന് വാല്യൂ തന്നിട്ടുണ്ട് 20 മൈക്രോഫാരഡ് എന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ മാക്സിമം കറണ്ട് ഒരു RLC സീരീസ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുക റെസൊണൻസ് കണ്ടീഷനിലാണ്. അപ്പോൾ അതാദ്യം എഴുതുക. മാക്സിമം current flows in resonance condition. So resonance conditionലാണ് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുക. സോ I max എന്ന് പറയുന്നത് 50 ആംപിയർ. ഓക്കെ, I max ആണ് 50 ആംപിയർ. പിന്നെ റെസൊണൻസ് കണ്ടീഷനിൽ സോ അറ്റ് റെസൊണൻസ് ആകുമ്പോൾ വേറെ എന്തൊക്കെ കണ്ടീഷനാണ് നമുക്കറിയുന്നത്? റെസൊണൻസ് ആകുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. പിന്നെ എന്തൊക്കെയാണ് അറിയുന്നത്? ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം, റെസൊണൻസിലുള്ള ഫേസർ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ടിനെ റെഫറൻസ് ആയിട്ട് എടുത്താൽ കറണ്ട് ഇങ്ങനെ വരും. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് VR ഇൻ ഫേസ് ആയിരിക്കും കറണ്ടിന്. പിന്നെ ഇതിന് VC, ഇത് VL, VR. VL എന്ന് പറയുന്നത് ലീഡിങ് ആയിരിക്കും 90 ഡിഗ്രി. ഇതാണ് VL. റെസൊണൻസ് കണ്ടീഷനിൽ ഈ VLൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും VC ഉണ്ടാവുക. പക്ഷെ VC എന്ന് പറയുന്നത് 90 ഡിഗ്രി ലാഗിങ് ആയിരിക്കും VC. അപ്പോൾ VRും VLും VCയും കൂട്ടിയാൽ V കിട്ടും. പക്ഷെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് വെക്റ്റർ സമ്മാനിക്കണം. സോ V ഈക്വൽ ടു VRന് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, പ്ലസ് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. VL എന്ന് പറയുന്നത് JVL ആണ്, കാരണം ലീഡിങ് ആണ്, മൈനസ് JVC വിച്ച് ഈസ് ഈക്വൽ ടു VR പ്ലസ് J ഇൻറ്റു VL മൈനസ് VC. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. സോ ഈ റെസൊണൻസ് ആണെങ്കിൽ VLും VC ഒന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫ്രം ഇക്വേഷൻ 1 VLും VC ഒന്നാണ്, അപ്പോൾ ഇത് 0 ആയി പോകും. ഇക്വേഷൻ 1 V ഈക്വൽ ടു VR. സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് അക്രോസിൽ ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ VRൻ്റെ ഇക്വേഷൻ നമുക്കറിയാം I ഇൻറ്റു R ആണ്. റെസൊണൻസ് കണ്ടീഷനിൽ അറ്റ് റെസൊണൻസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നാലും അറ്റ് റെസൊണൻസ് I ഈക്വൽ ടു I max. അപ്പോൾ VR ഈക്വൽ ടു V ആണ്. അപ്പോൾ VR ഈക്വൽ ടു V ഈക്വൽ ടു I max ഇൻറ്റു R. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് റെസിസ്റ്റൻസ് ഓഫ് ദ ചോക്ക് കോയിലാണ്. സോ റെസിസ്റ്റൻസ് R ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I max. ഒന്നാമത്തെ കണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദ ചോക്ക് കോയിലാണ്. സോ R ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I max. V എന്ന് പറയുന്നത് 200, I max എന്ന് പറയുന്നത് 50. സോ R എന്ന് പറയുന്നത് 4 ohm. R കിട്ടി 4 ohm. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വോൾട്ടേജ് എക്രോസ് കപ്പാസിറ്റർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ വി സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ I ഇൻറ്റു R ആണെങ്കിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ I ഇൻറ്റു XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. സോ I ഇൻറ്റു XC. അറ്റ് റെസൊണൻസിൽ VC ഈക്വൽ ടു I എന്ന് പറയുന്നത് I മാക്സ് ആയിരിക്കും, മാക്സിമം വാല്യൂ ഇൻറ്റു XC വിച്ച് ഈസ് ഈക്വൽ ടു, പിന്നെ നമുക്കറിയാം XC എന്ന് പറയുന്നത് 1/ωc ആണ്. സോ I max എന്ന് പറയുന്നത് 50 ആണ്. സോ 50 ഇൻറ്റു 1/ω എന്ന് പറയുന്നത് ഒമേഗ 2πf ആണ്. 2πf ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. സോ
സോ ഇൻറ്റു 100 2πf ഇൻറ്റു സി എന്ന് പറയുന്നത് 20 മൈക്രോ ഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. സോ 20 ഇൻറ്റു മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁻6. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 50 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബ്രാക്കറ്റ് ഇടാം. 50 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ ഇൻറ്റു 100 ഇൻറ്റു 20 ഇൻറ്റു 10⁻⁻6. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ഈ റെസൊണൻസ് കേസ് കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും കപ്പാസിറ്ററും വളരെ ഹൈ വാല്യൂ ആയിരിക്കും, സപ്ലൈനെക്കാട്ടിയും കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം ഇപ്രാവശ്യം എത്ര കിട്ടുന്നതെന്ന്. നോക്കിയേ, 3978 ആണ് കിട്ടുന്നത്. വളരെ കൂടുതലാണ്. which is equal to 3978.87 വോൾട്ട്. ഈ വി സി എന്ന് പറയുന്നത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് കാണിക്കാം, ഡയറക്ഷനും കൂടി കാണിക്കാം. വെക്റ്റർ വാല്യൂ ആയിട്ട് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? വി സി ഈക്വൽ ടു, വി സി എന്ന് പറയുന്നത് വി ആറിന് മൈനസ് അല്ല, സോ -j ഇൻറ്റു 3978.89 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെക്റ്റർ വാല്യൂ ആയി. ഇങ്ങനെ തന്നെ കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് കാണിച്ചാലും മാർക്ക് കിട്ടും. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എഴുതാം. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കിട്ടി. ഇനിയുള്ളതാണ് മൂന്നാമത്തേത് ക്യൂ ഫാക്ടർ. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ നടന്നല്ലോ ഇവിടെ. വോൾട്ടേജ് അക്രോസ് നമ്മൾ സപ്ലൈ ആയിട്ട് കൊടുത്ത വോൾട്ടേജ് 200 വോൾട്ടാണ്. പക്ഷേ നമുക്ക് ഈ സർക്യൂട്ടിലുള്ള കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് മാത്രം നമുക്ക് 3978 വോൾട്ടോളം എന്ത് കിട്ടി, വോൾട്ടേജ് അവിടെ അക്രോസ് ആയിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ നടന്നല്ലോ, വോൾട്ടേജ് കൂടിയല്ലോ, അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് എഴുതുന്നതാണ് ക്യൂ ഫാക്ടർ. സോ ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സി ഡിവൈഡഡ് ബൈ വി ആണ്. അതായത് വി സി ഓർ വി എൽ. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു ഇക്വേഷനിലേക്ക് എത്തിയിരുന്നു, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ് സി ഓർ എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി വി സി കണ്ടുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, അപ്പോൾ ഇതന്നെ ഉപയോഗിക്കാം. 3978.89 ഡിവൈഡഡ് ബൈ 200. ഇവിടെ ക്യൂ ഫാക്ടർ കാണുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ആ ക്യൂ ഫാക്ടർ കാണുന്ന സമയത്ത് നമ്മൾ ഈ ജെ, അതായത് വെക്റ്റർ വാല്യൂ അല്ല ഉപയോഗിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് കൺസിഡർ ചെയ്യുക. സോ വി സി ഓൾറെഡി നമ്മൾ ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 200 is equal to 19.89. ഈ ക്യൂ ഫാക്ടറിന് യൂണിറ്റ് ഒന്നുമില്ല, 19.89. ഇതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ക്യൂ ഫാക്ടർ 19.89 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സപ്ലൈ വോൾട്ടേജിൻ്റെ 19.89 മടങ്ങ് കപ്പാസിറ്ററിന് അക്രോസ് വോൾട്ടേജ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയല്ല, നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയല്ല, എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്രയും ആയിരുന്നു ഉണ്ടായിരുന്നത്, 3 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ എൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുമായിരുന്നു? ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്ക് റെസൊണൻസ് കണ്ടീഷനിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണെന്നറിയാം, എക്സ് സി 1/ωc ആണെന്നറിയാം, എക്സ് എൽ ഒമേഗ എൽ ആണെന്നറിയാം. അപ്പോൾ എൽ എന്ന് പറയുന്നത് 1/ω²c. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഒമേഗ ഈക്വൽ ടു 2πf. എഫ് എന്ന് പറഞ്ഞാൽ റെസൊണൻസ് സംഭവിക്കുന്ന ഫ്രീക്വൻസിയാണ്, FR ആണ്. അത് 100 ഹെർട്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലിൻ്റെ വാല്യൂ ചോദിച്ചാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനും ഒരു സെമിസ്റ്റർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്.
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 230 വോൾട്ട് 50 ഹെർട്സ് എ സി സപ്ലൈ ഈസ് അപ്ലൈഡ് ടു എ കോയിൽ ഓഫ് 0.06 ഹെൻറി ഇൻഡക്റ്റൻസ് ആൻഡ് 2.5 ohm resistance connected in series with 6.8 microfarad capacitor. Calculate first one impedance, second one voltage across capacitor, third one phase angle, fourth one power consumed. ഇതും നിങ്ങൾക്ക് ഓൾറെഡി ഈ രണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത സ്ഥിതിക്ക് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഈ സർക്യൂട്ട് ആദ്യം ഒന്ന് വരക്കാം. കോയിലിൻ്റെ ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അതിന് സീരീസ് ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സീരീസ് RLC സർക്യൂട്ടാണ്. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരക്കാം. സർക്യൂട്ട് ഡയഗ്രാം RLC. A 230 എന്ന് തന്നിട്ടുണ്ട്. സോ 230 എന്ന് പറയുന്നത് RMS വാല്യൂ ആയിരിക്കും. വോൾട്ടേജ് ഈക്വൽ ടു 230 വോൾട്ട്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ്. അപ്പോൾ ഓക്കെ. RLC റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 ohm, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 0.06 ഹെൻറി, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 6.8 മൈക്രോഫാരഡ്. സോ മൈക്രോഫാരഡ്. നമുക്ക് ആദ്യമായിട്ട് കാണേണ്ടത് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഇമ്പിഡൻസ് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരക്കാനൊന്ന് നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ബേസ് ആയിട്ട് എടുക്കുക. XL എന്ന് പറയുന്നത് എപ്പോഴും JXL എന്ന് പറയുക, അതായത് 90 ഡിഗ്രി ലീഡിങ് ആയിട്ടാണ് പറയുക. ലീഡിങ് എന്ന് XLൻ്റെ കേസിൽ പറയാനാവില്ല, കാരണം XL എന്ന് പറയുന്നത് ഒരു വെക്ടർ അല്ല. നമുക്ക് പറയാം JXL എന്നാണ് നോർമലി അതിനെ ഡിനോട്ട് ചെയ്യുക. സോ XL XC. നമുക്കിപ്പോൾ ഇതിൽ XL ആണോ XC ആണോ കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ Z എന്ന് പറയുന്നത് വെക്ടർ സമ്മാണ് ആറിൻ്റെയും XLൻ്റെയും XCൻ്റെയും. R പ്ലസ് XL എന്ന് പറയുന്നത് J ആണ്, JXL പ്ലസ് മൈനസ് J XC ഇങ്ങനെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ R ഈക്വൽ ടു R പ്ലസ് J ഇൻറ്റു XL മൈനസ് XC എന്ന് പറയാം. ഓക്കെ. സെറ്റിന് ഇങ്ങനെ ഇതിൻ്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും വെച്ചിട്ട് ഇങ്ങനെ എഴുതാം, അതായത് ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ ഈ കോംപ്ലക്സ് നമ്പറായിട്ട് ഈ റെക്ടാങ്കുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താൽ പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് കാണണമെങ്കിൽ ആറ് നമുക്ക് ഓൾറെഡി അറിയാം, XLും XCയും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ XL എന്ന് പറയുന്നത് ഇക്വേഷൻ അറിയാം, ω/L which is equal to ഒമേഗ എന്ന് പറയുന്നത് 2πfL which is equal to 2π. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇൻറ്റു 50 ഇൻറ്റു L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് 0.06 എന്ന് തന്നിട്ടുണ്ട്. 0.06 ഹെൻറി. ഓക്കെ, 0.06 ഹെൻറി. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ആക്ച്വലി ഹെൻറിന്ന് ഇവിടെ എഴുതണ്ട. ഓക്കെ, 2 ഇൻറ്റു പൈ ഇൻറ്റു 50 ഇൻറ്റു 0.06 2πfL which is equal to 18.849 18.85. ഇതിൻ്റെ യൂണിറ്റ് XL ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓം. XC equal to 1/ωc which is equal to 1/2πfC which is equal to 1/2π into 50 into C എന്ന് പറയുന്നത് 6.8 മൈക്രോ. സോ 6.8 into 10⁻⁻⁶.
അതും ചെയ്ത് നോക്കാം. 1/1/2 into pi into 50 into 6.8 into 10⁻⁻6 468.1 468.1 ഇതിൻ്റെ യൂണിറ്റും എക്സി എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് സെഡിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ 2.5 പ്ലസ് ജെ ഇൻറ്റു XL 18 ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ XC ആണ് കൂടുതൽ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഇത് മൊത്തം ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ടാണെന്ന് പറയാം. ഇവിടെ ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇൻഡക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുതൽ. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനാണ് ഡോമിനൻസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കറണ്ട് ആയിരിക്കും ലീഡ് ചെയ്യുക, വോൾട്ടേജ് ലാഗ് ആയിരിക്കും ചെയ്യുക. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും സെറ്റിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. ജെ XL മൈനസ് XC ആണ്. സോ XL എന്ന് പറയുന്നത് 18.85 മൈനസ് 468.1. അപ്പോൾ നോക്കാം. 18.85 മൈനസ് 468.1 which is equal to minus 449.25 which is equal to 2.5 minus J 449.25 സെറ്റ്. ഇതിൻ്റെ യൂണിറ്റും ഓം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇവിടെ വരെ ചെയ്ത് നിർത്തരുത്, നമുക്ക് മാഗ്നിറ്റ്യൂഡ് കൂടി കാണാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇംപിഡൻസ് സെറ്റ് ഈക്വൽ ടു നമുക്ക് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. സോ 2.5 സ്ക്വയർ പ്ലസ് മൈനസ് 449.25 അതാണല്ലോ ഇമാജിനറി പാർട്ട്, അതിൻ്റെ സ്ക്വയർ. നോക്കാം എത്ര കിട്ടുന്നതെന്ന്. സ്ക്വയർ റൂട്ട് ഓഫ് 2.5 സ്ക്വയർ പ്ലസ്, ഞാൻ ഈ മൈനസ് ഒഴിവാക്കാണ്, മൈനസ് സ്ക്വയർ ചെയ്യുന്നതും പ്ലസ് സ്ക്വയർ ചെയ്യുന്നതും ഒരേപോലെ ആയതുകൊണ്ട് 449.25 സ്ക്വയർ which is equal to 449. അഗൈൻ അത് കാരണം ഇതിൻ്റെ വാല്യൂ 2.5 വളരെ മൈന്യൂട്ടാണ്. സോ സ്ക്വയർ ചെയ്താലും വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. 449.25 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇംപിഡൻസിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ ഇംപിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി സെക്കൻഡ് കാണേണ്ടത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ VC, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, നമ്മൾ IR കാണുന്ന പോലെ IXC. അപ്പോൾ ഇതിൽ XC നമ്മൾ ഓൾറെഡി കണ്ടു, ബാക്കിയുള്ളത് I ആണ്. കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചില്ല. അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം V സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്, ടോട്ടൽ കറണ്ട് ഈക്വൽ ടു ഇംപിഡൻസ് Z ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് V ബൈ Z ആയിരിക്കും. അപ്പോൾ V ഓൾറെഡി നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം 230. ഇപ്പോൾ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. Z എന്ന് പറയുന്നത് സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് 449.25 which is equal to 230 divided by 449.25 which is equal to 0.5
2 ആംപിയർ. ഇത്രയും കറണ്ടാണ് ടോട്ടലായിട്ട് ആ സർക്യൂട്ടിലൂടെ പോകുന്നത്. അപ്പോൾ വി സിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? വി സി ഈക്വൽ ടു കറണ്ട് കിട്ടി 0.512 എക്സ് സി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു ഇൻറ്റു 468.1. നമുക്കതൊന്ന് നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്ന്. 468.1 ഇൻറ്റു 0.512 239.667 വോൾട്ട് എന്ന് പറയാം. അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് 239.67 വോൾട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കണ്ടു. നെക്സ്റ്റ് ഫേസ് ആംഗിൾ. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫേസ് ആംഗിളിൽ നമുക്ക് കുറേ രീതിയിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഞാനിവിടെ സെറ്റിന് നമ്മൾ ഓൾറെഡി ഇമാജിനറി നമ്പറിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. സോ സെറ്റ് എന്ന് പറയുന്നത് 2.5 മൈനസ് ജെ 449.25 എന്ന് എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാമല്ലോ. 2.5 എന്ന് പറയുന്നത് 6 ആണ്, അതിവിടെ വരും 2.5. ഇത് എക്സ് ഇവിടെ താഴേക്കാണ് വരിക. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ മൈനസ് വന്നു, അല്ലാതെ തന്നെ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ ആണ് കൂടുതൽ. അപ്പോൾ 5 ഇങ്ങനെ വരിക, താഴേക്ക് വരിക, ആംഗിൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ സൈഡ് എന്ന് പറയുന്നത് എക്സ് എൽ മൈനസ് എക്സ് സി ആണെങ്കിൽ മൈനസ് 449.25 എന്ന് എഴുതണം. അല്ലെങ്കിൽ എക്സ് സി മൈനസ് എക്സ് എൽ എന്ന് എഴുതിയിട്ട് 449.25 എന്ന് എഴുതാം. രണ്ടായാലും കണക്ക് തന്നെയാണ്. എന്തായാലും നമ്മൾ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഓർമ്മിക്കുക എക്സ് സി കൂടുതലായതുകൊണ്ട് താഴേക്ക് വരക്കുക, അല്ലെങ്കിൽ ഇവിടെ മൈനസ് വന്നുകൊണ്ട് താഴേക്ക് വരക്കുക. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും അറിയാം, ഈ സൈഡും അറിയാം. അപ്പോൾ നമുക്ക് ടാൻ ഫൈൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് 449.25 ആണ്, ഈ സൈഡ് എന്ന് പറയുന്നത് 2.5 ആണ്. ഇവിടെ 5 നെഗറ്റീവ് ആണ് വരിക എന്ന് നമുക്ക് ഓൾറെഡി ഇമ്പിഡൻസ് ട്രയാങ്കിൾ തന്നെ അറിയാം. അപ്പോൾ 5 ഈക്വൽ ടു നമ്മൾ ആദ്യം ഒരു നെഗറ്റീവ് ഇട്ട് വെക്കുകയാണ്. ടാൻ ഇൻവേഴ്സ് 449.25 ബൈ 2.5. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ആദ്യം നെഗറ്റീവ് ഇട്ടിട്ട് ഉള്ളിൽ 449 ആയിട്ട് തന്നെ എടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഇടാതെ ഇവിടെ മൈനസ് ചേർത്തിട്ടും എഴുതാം. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ ആദ്യം മൈനസ് ഇട്ടു, ഇത് പോസിറ്റീവ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് 449.25 ഡിവൈഡഡ് ബൈ 2.5 89.68. ആംഗിൾ എന്ന് പറയുന്നത് 89.68 ഡിഗ്രിയാണ്. അപ്പോൾ ഫേസ് ആംഗിൾ കിട്ടി. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ആയി. നാലാമത്തെ ക്വസ്റ്റ്യൻ പവർ കൺസ്യൂംഡ്. പവർ കൺസ്യൂംഡ് നമുക്കറിയാം ഇക്വേഷൻ P ഈക്വൽ ടു VI കോസ് ഫൈ ആണ്. വി അറിയാം 230, ഐ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് 0.512 ഇൻറ്റു കോസ് 89.68 ഡിഗ്രി. ഞാനിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ പവർ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യണം. ഈ പവർ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്താ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഇവിടെ കോസ് ഫൈ എന്ന് പറയുന്നത് 90യോട് ചേർന്നുള്ള ആംഗിളാണ്. അപ്പോൾ കോസ് ഫൈൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അത് വളരെ കുറവാകാനുള്ള കാരണം റെസിസ്റ്റൻസ് വാല്യൂ 2.5ഉം ഈ റിയാക്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലുമാണ്. 449.25 വളരെ കൂടുതലാണത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ റിയാക്റ്റൻസിനാണ് കൂടുതൽ ഡോമിനൻസ്. അപ്പോൾ റിയാക്റ്റൻസ് എപ്പോഴും Q, അതായത് റിയാക്റ്റീവ് പവർ മാത്രമാണ്
റിയാക്റ്റീവ് പവർ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല. റിയാക്റ്റീവ് പവറാണ് അത് സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്റ്റീവ് പവർ കൂടുതലായിരിക്കും ഈ സർക്യൂട്ടിൽ. പക്ഷേ നമ്മൾ കാണാൻ പറഞ്ഞത് പവർ കൺസ്യൂംഡ് ആണ്. പവർ കൺസ്യൂംഡ് എപ്പോഴും ആക്റ്റീവ് പവർ ആയിരിക്കും, കാരണം ആക്റ്റീവ് പവർ മാത്രമേ കൺസ്യൂം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആക്റ്റീവ് പവർ റെസിസ്റ്റൻസ് വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഇപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ സർക്യൂട്ടിൽ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ പോകുന്ന പവറിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. 230 ഇൻറ്റു 0.512 ഇൻറ്റു കോസ് 89.68. ഓക്കെ, പവറിൻ്റെ വാല്യൂ വളരെ കുറവാണ്. 0.657 വാട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത്രയാണ് ഈ ട്യൂട്ടോറിയൽ സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അതിലുള്ള നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്ത് നോക്കുക. ഓക്കെ.